പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. വചനവിസ്മയം 14-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വിളിയും ദൗത്യവും അവൻ പാപത്തിന് അടിമയാകുവാനുള്ള കാരണങ്ങളും പരിഹാരമാർഗങ്ങളുമാണ് ഈ എപ്പിസോഡിൽ നാം ധ്യാനവിഷയമാക്കുന്നത്. രൂപരഹിതവും ശൂന്യവുമായ വാസയോഗ്യമല്ലാത്ത പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ടതെല്ലാം സൃഷ്ടിച്ച് ക്രമീകരിച്ചതിന് ശേഷം ദൈവം പ്രത്യേകം ആലോചിച്ച് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ചു. ഇപ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചതിന് പിന്നിൽ ദൈവത്തിന് 3 പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുകയും ആരാധിച്ചു മഹത്വപ്പെടുത്തുകയും ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവത്തോടുകൂടെ വസിക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് മറ്റു സൃഷ്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തൻ്റെ സൃഷ്ടാവും അവകാശിയുമായ ദൈവത്തെ അറിഞ്ഞു സ്നേഹിക്കാനും ആരാധിച്ചു മഹത്വപ്പെടുത്താനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കാനുമുള്ള കഴിവും ഉത്തരവാദിത്വവും നൽകിയാണ് ദൈവം സൃഷ്ടിച്ചത്. സൃഷ്ടപ്രപഞ്ചത്തിന് മുഴുവനും വേണ്ടി ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാനും മനുഷ്യൻ കടപ്പെട്ടിരിക്കുന്നു. 2, ദൈവിക ഛായയിൽ അഥവാ നന്മയിൽ വർദ്ധിച്ചു പെരുകി തിന്മയെ കീഴടക്കാനുള്ള ഉത്തരവാദിത്വവും ദൈവം മനുഷ്യനു നൽകി. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഉൽപ്പത്തി 1:28. 3, മനുഷ്യൻ ഇപ്രകാരം ദൈവത്തോടു കൂടെ വസിച്ച് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുകയും സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹവലയത്തിലാക്കുകയും ചെയ്യണം. ഇത് 3മാണ് മനുഷ്യൻ്റെ ദൈവനിശ്ചിത ലക്ഷ്യവും ജീവധർമ്മവും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവയാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വിളിയും ദൗത്യവും. മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് ഈ ദൈവനിശ്ചിത ലക്ഷ്യത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അകന്ന് പാപത്തിന് അടിമയായി തീർന്നു. എന്നിട്ടും ദൈവം മനുഷ്യനെ ഉപേക്ഷിക്കാതെ കരുണയോടെ ഉടമ്പടി ചെയ്ത് സ്വന്തമാക്കി തൻ്റെ സ്വന്തം ജനമാക്കി തീർത്തു. അങ്ങനെ മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളും ദൈവജനത്തിൻ്റെ ധർമ്മമായി തീർന്നു. ഇസ്രായേൽ ഉടമ്പടി ജനമെന്ന നിലയിൽ ഒരാരാധനാ സമൂഹമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ച് തിന്മയെ കീഴടക്കുക എന്നതും സകലരെയും ദൈവത്തിൻ്റെ സ്നേഹ സംരക്ഷണത്തിൻ കീഴിൽ ഒന്നിപ്പിക്കുക എന്നതും ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവൻ ധർമ്മമായി തീർന്നു. ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നിത്യമായി ഉടമ്പടി ചെയ്ത് സ്വന്തമാക്കപ്പെട്ട പുതിയ ഇസ്രായേലായ സഭാമക്കൾ ഒരു നിത്യാരാധനാ സമൂഹമാണ്. അവർ യേശുവിലുള്ള ആഴമായ വിശ്വാസത്തോടെ യേശുവിനോടൊത്തു വസിച്ച് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുകയും സകലരെയും ദൈവഭരണത്തിൻ കീഴിലാക്കുകയും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി രക്ഷിക്കുക എന്ന സ്വർഗീയ വേലയിൽ പങ്കുകാരാവുകയും ചെയ്യാനുള്ളവരാണ്. തിന്മ വർദ്ധിക്കാനുള്ള കാരണങ്ങളും പരിഹാരമാർഗങ്ങളും. തിന്മ വർദ്ധിക്കാനുള്ള 7 പ്രധാന കാരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1, മനുഷ്യൻ തൻ്റെ വിളി അനുസരിച്ച് ലക്ഷ്യം മുന്നിൽ കണ്ട് ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ച് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനു പകരം ദൈവത്തെ അവിശ്വസിച്ച് ദൈവകൽപ്പന ലംഘിക്കുകയും ദൈവത്തിൽ നിന്ന് അകലുകയും ചെയ്തു. അങ്ങനെ പ്രപഞ്ചത്തിലേക്ക് മനുഷ്യൻ്റെ പാപം മൂലം തിന്മ കടന്നു വന്നു. ഇപ്രകാരം മനുഷ്യൻ ലക്ഷ്യം തെറ്റി ജീവിക്കുന്നതാണ് പാപത്തിനുള്ള ഒരടിസ്ഥാന കാരണം. ദൈവനിശ്ചിത ലക്ഷ്യം സദാ മുന്നിൽ കണ്ട്
ദൈവകൽപ്പനയനുസരിച്ച് ദൈവാശ്രയത്തോടെ ജീവിക്കുകയാണ് പാപത്തിൽ വീഴാതിരിക്കാനുള്ള പ്രധാന മാർഗം. സങ്കീർത്തകൻ പറയുന്നത് പോലെ പാപത്തിൽ വീഴാതിരിക്കാൻ നാം വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യണം. സങ്കീർത്തനം 119:11. 2. മനുഷ്യൻ സ്വതന്ത്ര മനസ്സോടെ ദൈവ തിരുഹിതത്തിന് പകരം സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുക്കുന്നതാണ് പാപത്തിൽ വീഴുന്നതിന് മറ്റൊരു കാരണം. അതിനാൽ ദൈവ ഇഷ്ടത്തെ സ്വന്തം ഇഷ്ടത്തിനുപരിയായി പ്രതിഷ്ഠിക്കുകയാണ് പാപത്തിൽ വീഴാതിരിക്കാനുള്ള എളുപ്പമാർഗം. 3. ദൈവത്തെ അവിശ്വസിച്ച് അനുസരണക്കേട് കാണിക്കുന്നതാണ് പാപം. അവിശ്വാസവും അനുസരണക്കേടുമാണ് പാപകാരണം. അതിനാൽ പാപത്തിൽ വീഴാതിരിക്കാൻ വിശ്വാസത്തിൽ ശക്തി ആർജിച്ചു വളരുകയും ദൈവ തിരുമനസ്സിനോട് പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിക്കുകയും ചെയ്യണം. 4. സഹോദരൻ്റെ ഉയർച്ചയിലുള്ള അസൂയ പാപത്തിലേക്ക് നയിക്കുന്നു. സഹോദര സ്നേഹമാണ് പരിഹാരമാർഗം. 5. ജഡമോഹങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി പാപത്തിലാഴ്ത്തും. ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുകയാണ് പരിഹാരമാർഗം. 6. അജ്ഞതയാണ് പാപത്തിനുള്ള മറ്റൊരു പ്രധാന കാരണം. ദൈവിക അറിവിലും ജ്ഞാനത്തിലും വളരുകയാണ് പരിഹാരമാർഗം. 7. ദൈവമഹത്വത്തിന് പകരം സ്വന്തം മഹത്വം തേടുന്നതും ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കുന്നതും പാപമാണ്. വിനയത്തോടും ദൈവാശ്രയത്തോടും കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുകയാണ് പരിഹാരമാർഗം. സ്വന്തം മഹത്വം നിലനിർത്താൻ വേണ്ടി പണിയുന്ന ആകാശം മുട്ടുന്ന ഗോപുരങ്ങളെല്ലാം തകർന്നടിയും. ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തെ പോലെയാകാൻ ശ്രമിച്ചവർ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കേണ്ടി വന്നു. ഇന്ന് നമ്മുടെ ഇടയിലും ഇതേ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയല്ലേ? അതിനാൽ രൂപരഹിതമായവയെ രൂപപ്പെടുത്തുകയും ഇരുളകറ്റുകയും എല്ലാം നവീകരിക്കുകയും ചെയ്യുന്ന ദൈവാത്മാവിൻ്റെ അതിശക്തമായ ഇടപെടൽ ഇന്ന് നമ്മുടെ ഇടയിൽ അനിവാര്യമായിരിക്കുന്നു. ദൈവാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടാകുവാൻ ഒന്നാമതായി ദൈവകൽപ്പനകൾ വിശ്വസ്തയോടെ പാലിച്ച് ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ വചനമനുസരിച്ച് നാം ജീവിക്കണം. രണ്ടാമതായി തിന്മയുടെ സ്വരത്തിന് ചെവി കൊടുത്ത് ജഡമോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കണം. 3. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് വചനമനുസരിച്ച് ജീവിച്ച് ദൈവിക അറിവിലും ജ്ഞാനത്തിലും വളർന്ന് തിന്മയെ കീഴടക്കി ജീവിക്കണം നാം. 4. സഹോദരൻ്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട കായനെ പോലെ ആകാതെ സഹോദര സ്നേഹത്തിൽ വളരണം നാം. 5. നോഹയെപ്പോലെ തലമുറയിലെ കറയറ്റ മനുഷ്യരായി ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കുക. ഹേനോക്കിനെ പോലെ ദൈവത്തിന് പ്രിയങ്കരരായി ദൈവത്തിൻ്റെ മാർഗത്തിൽ നടക്കുക. ആബേലിനെ പോലെ ദൈവത്തിന് പ്രീതികരമായ ബലി അർപ്പിക്കുക. അബ്രാമിനെ പോലെ വിശ്വാസത്തിൽ ശക്തിയാർജിച്ചു വളർന്ന് പ്രത്യാശയോടെ കാത്തിരിക്കുക. 6. സ്വന്തം മഹത്വം നിലനിർത്താൻ ഗോപുരം പണിയുന്നവരാകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക. അതാണ് മനുഷ്യന്റെ സൗഭാഗ്യം. 7. വിശ്വാസത്തിൽ ശക്തി ആർജിച്ചു വളർന്ന് ദൈവിക പദ്ധതിക്കും തിരുഹിതത്തിനും അനുയോജ്യമായ വിധത്തിൽ ജീവിക്കുക. 8. പാപിയെ പേരു ചൊല്ലി വിളിച്ച് തേടിയെത്തുന്ന ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹവും അനുതപിക്കുന്ന പാപിയെ അടയാളമുദ്രയിട്ട് രക്ഷിക്കുന്ന സ്നേഹവും സ്വന്തമാക്കി ദൈവസ്നേഹത്തിൽ വളരണം നാം. 9. ഉത്തമമായ സഭാത്മക ജീവിതം നയിക്കുകയും പരിശുദ്ധ അമ്മയെപ്പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിധി പോലെ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിച്ച് ധ്യാനപൂർവം
പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന നന്മയുടെ അവശേഷിപ്പുകളാകണം നാം. അങ്ങനെ രൂപരഹിതമായവയെ രൂപപ്പെടുത്തുകയും ഇരുളകറ്റുകയും തിന്മയെ കീഴടക്കുകയും എല്ലാം നവീകരിക്കുകയും ചെയ്യുന്ന ദൈവാത്മാവിൻ്റെ അതിശക്തമായ ഇടപെടൽ ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. അതിനായി സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.